ഇന്നലെ ലീഡേഴ്സ് മോർണിംഗിലെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ വി കെ സനോജാണ് നമുക്കൊപ്പം എത്തിയിരിക്കുന്നത്. ശ്രീ വി കെ സനോജ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീ വി കെ സനോജ്, നമുക്ക് ഇപ്പോൾ ഈ കണ്ണൂരാണ് ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് ഈ മലപ്പട്ടത്ത് ഇതുപോലെ ഒരു ഗാന്ധി സ്തൂപം തകർക്കപ്പെടുന്നു. അതിലൊരു പ്രതിഷേധ യാത്ര നടക്കുന്നു. ആ പ്രതിഷേധ യാത്രയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു മുദ്രാവാക്യം ഉയർന്നു വരുന്നു. പിന്നീട് അത് കേരളമാകെ വ്യാപിക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ്. ഇന്നലെ അടക്കം നമ്മൾ തിരുവനന്തപുരത്ത് പോലും ആ സംഘർഷമൊക്കെ കണ്ടിരുന്നു. ഒരിടവേളയ്ക്കു ശേഷം കണ്ണൂരിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായി അവിടെ ശാന്തമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിടവേളയ്ക്കു ശേഷം കണ്ണൂരിൽ അശാന്തി പടർത്തുന്നത് ആരാണ്, ശ്രീ വി കെ സനോജ്? കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലാകെ അശാന്തി പടർത്താൻ കോൺഗ്രസും BJPയും RSSും എല്ലാം കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയമായി ഞങ്ങളുടെ നിരവധി സഖാക്കളെ കൊലപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ നിലയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയോ അതുമായി ബന്ധപ്പെട്ട തുടർ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒടുവിൽ കണ്ണൂരിൽ മലപ്പട്ടം എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ നല്ലൊരു ഗൂഢാലോചനയാണ് നടന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് അനുഭവിക്കുന്ന നിരവധി പ്രതിസന്ധികളുണ്ട്. അതിലൊന്നാമത്തെ പ്രതിസന്ധി അവർക്ക് രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കേരളത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കാനോ വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ മുൻനിർത്തി ജനങ്ങളെ അണിനിരത്താനോ അവർക്ക് കഴിയുന്നേയില്ല. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വന്നതോടുകൂടി നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് പോലും ഭരണവും അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കുമെല്ലാം അംഗീകരിക്കേണ്ടി വരികയാണ്. ഇപ്പോഴിതാ ദേശീയപാത വികസനം പൂർത്തിയാവാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ വിവിധ റീച്ചുകളുടെ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല, അതിനിടയിൽ പ്രതിപക്ഷ നേതാവും അവരുടെ KPCC പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ, KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടി വരുന്നു. KPCC പ്രസിഡന്റ് പരസ്യമായി എന്നെ എന്തിനാ മാറ്റിയതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഘർഷമുണ്ടാക്കി ശ്രദ്ധയിരിക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് ആലോചന. കാരണം ഈ മലപ്പട്ടം എന്ന് പറയുന്ന പ്രദേശം അവർ ഉന്നയിക്കുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കൊടിമരം, സ്തൂപം, ഗാന്ധി പ്രതിമയൊന്നുമല്ല, കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊടിമരമോ മറ്റുമാണ്. അത് നശിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ നശിപ്പിച്ച കാര്യം തന്നെ വളരെ കാര്യമായി അന്വേഷിച്ചാൽ അതിനകത്തും കോൺഗ്രസിൻ്റെ തന്നെ ഇടപെടലുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇതിന് മുന്നേയും കോൺഗ്രസ് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് തുവൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിഷ്ണു. അയാൾ തൊട്ടപ്പുറത്തുള്ള യുവതിയെ കൊന്ന് അയാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ UDFനെയും കോൺഗ്രസിനെയും എല്ലാം സജ്ജമാക്കി. ആ മാർച്ചിൻ്റെ പോസ്റ്റർ ഉൾപ്പെടെ ഒട്ടിച്ച ആൾ ഈ വിഷ്ണുവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണം പരാജയമാണ്, ഈ പെൺകുട്ടിയെ കാണുന്നില്ല എന്നായിരുന്നു അവർ ഉന്നയിച്ച മുദ്രാവാക്യം. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഇത് കണ്ടെത്തി. AKG സെൻറ്ററിൽ ബോംബെറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ബോംബെറിഞ്ഞിട്ട് കിട്ടിയോ എന്ന് ഉള്ള ചർച്ച കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ഒടുവിൽ പിടികൂടിയപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നല്ലോ. KPCC അംഗമായിട്ടുള്ള ലീന എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു വനിത, അവരുടെ വീട് നേരെ കല്ലേറുണ്ടായി. അവരുടെ മകൻ തന്നെ പറഞ്ഞു, ഇത് CPMകാരല്ല, ഇത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പിന്നീട് പറയുന്ന നിലയുണ്ടായി. അതുപോലെ തന്നെ സെൽവരാജിൻ്റെ വീട് കത്തിച്ച സംഭവം, പോലീസ് ആരെയാണ് പിടികൂടിയത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായല്ലോ വയനാട്. അപ്പോൾ ഒരു പ്രതിഷേധവും പ്രശ്നമുണ്ടായി. പക്ഷേ ആ പ്രശ്നത്തിനിടയിൽ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ അപ്പോഴും ഈ മലപ്പട്ടം സംഭവം അത് ദൗർഭാഗ്യകരം തന്നെയാണ്. ഒരിക്കലും ഉയരാൻ പാടില്ലാത്തൊരു മുദ്രാവാക്യം അവിടെ നിന്ന് ഉയർന്നു. അതിനെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒന്നും അതിനെ ന്യായീകരിക്കുന്നില്ല. അതൊക്കെ അപക്വമായി പോയും തന്നെയാണ് അവരും പറയുന്നത്. ഇതിലൊക്കെ പുറമെ നമ്മൾ ഈ എത്രയൊക്കെ ചർച്ച നടത്തിയാലും അത് ധീരജിന്റെ അച്ഛനെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ആ അച്ഛൻ്റെ കണ്ണുനീർ നമ്മളെല്ലാം കണ്ടു. കഴിഞ്ഞ ദിവസം പോലും ആ ഒരു കുടുംബത്തെ വീണ്ടും കുത്തിനോവിക്കുന്ന തരത്തിലായിപ്പോയി ആ മുദ്രാവാക്യം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അപ്പോഴും ശ്രീ വി കെ സനോജ്, ഈ വിഷയത്തിൽ DYFI, CPM തുടങ്ങിയവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകണം. കാരണം KK രാഗേഷ് എന്ന
കണ്ണൂർ ജില്ലാ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് ഈ കുത്തിയ കത്തിയുമായി വരുന്നവർക്ക് പുഷ്പചക്രം നൽകാമെന്നാണ്. ഈ ഒരു ഘട്ടത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രതികരണം കൂടി അപക്വമായി പോയില്ലേ? അതിലേക്കാണ് വരുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ കോൺഗ്രസ് കളിക്കുന്ന ചില രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ മലപ്പട്ടത്തും അങ്ങനെ സംഘർഷമുണ്ടാകുന്ന ഒരു പ്രദേശമേ അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെയും സംഘർഷമുണ്ടാക്കാൻ വളരെ കൃത്യമായിട്ടും ഈ സ്തൂപം കെട്ടലും പൊളിക്കലുമെല്ലാം ഇവരുടെ നേതൃത്വത്തിനാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചൂളിയാട് എന്ന് പറഞ്ഞാൽ മലപ്പട്ടത്തേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ ദൂരം നടന്നു വരുന്ന സമയത്തും ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല. മലപ്പട്ടം പ്രദേശത്ത് വന്നിട്ട് പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ മുദ്രാവാക്യം ഉണ്ടല്ലോ, അന്ന് ഈ പാവപ്പെട്ട ധീരജിനെ കൊന്ന ഘട്ടത്തിൽ ആ ധീരജിൻ്റെ അച്ഛൻ എത്രയോ വർഷമായിട്ട് കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്യുന്ന ഒരാളാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ആളാണ്. ആ കോൺഗ്രസ്സുകാരനായിട്ടുള്ള അച്ഛൻ്റെ മകനെ കൊന്നതിന് ശേഷം ആ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആശ്വാസവാക്കുമായി പോയിട്ടുണ്ടോ? ഇവർ പറഞ്ഞ് ഞങ്ങളല്ല ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. നിഖിൽ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റിന് എന്തായിരുന്നു ആ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കാര്യം? സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എന്തിനാണ് പുറത്തുനിന്ന് ആളുകൾ പോകുന്നത്? ഇനി പോയാൽ തന്നെ എന്തിനാണ് കത്തിയുമായിട്ട് പോകുന്നത്? അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് ആ കേസിൽ പ്രതികൾ. എന്നിട്ട് അവരെ തള്ളിപ്പറയുന്നതിന് പകരം ധീരജിൻ്റേത് ഇരന്നു വാങ്ങിയ മരണം എന്ന് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് സുധാകരൻ തന്നെ പറയുന്നതിലുണ്ടായി. ഇപ്പോൾ പറയുന്നു ധീരനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ആ കത്തിയുമായിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവില്ലേ? ആ പ്രതികരണമല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താ ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് വന്നിട്ട് പാർട്ടി ഓഫീസ് തകർത്തിട്ടും ഇത്ര പ്രകോപനപരമായ മുദ്രാവാക്യം ഉന്നയിച്ചിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പരിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടോ? വളരെ സമാധാനത്തോടു കൂടി ഞങ്ങൾ ഈ നാടിന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുൻകൈയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ട് ഈ നാട്ടിന്റെ സമാധാനം തകരരുത് എന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ സംഘർഷമില്ലാതെ പോയത്. കൃത്യമായ പ്ലാനിംഗ് ആണ്. ഒന്ന്, കോൺഗ്രസിലെ ആഭ്യന്തര കലാപം മറച്ചുവെക്കാൻ. 2, ഈ വ്യാജ പ്രസിഡന്റല്ലേ അവിടെ വന്നത്? വ്യാജനല്ലേ? വ്യാജ പ്രസിഡന്റിന് വ്യാജ രക്തസാക്ഷിയെ വേണം. അതാ ഉദ്ദേശം. കാരണം ഇങ്ങനെയുള്ള രക്തസാക്ഷികളെ സൃഷ്ടിച്ച് സ്വാഭാവികമായിട്ട് അവിടെ കയറി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ സംഘർഷത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ രക്തസാക്ഷിത്വത്തെ വ്യാജമായി സൃഷ്ടിക്കുക, അത് കേരളത്തിലെമ്പാടും ഒരു പ്രചരണായുധമായി എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായിട്ട് അവർക്ക് പിടിച്ചേക്കാൻ കഴിയുന്നില്ല. വികസന പ്രവർത്തനം മുൻനിർത്തിയിട്ട് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഓരോ കാര്യവും വികസന പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ അനുഭാവികൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ ആകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുക. ഒരു ഭാഗത്ത് ഈ രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുക, പ്രകോപനം ഉണ്ടാക്കുക. നിങ്ങൾ ആ ചിത്രം നോക്കിയാൽ മതി, എത്ര പ്രകോപനപരമായിട്ടാണ് അയാൾ അവിടെ നിന്ന് സംസാരിക്കുന്നത്. അവരുടെ അണികളെ നിലനിർത്താനാണോ ശ്രമിച്ചത്? ധീരജിനെ കുത്തിയ ആളുകൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതാരാ? ഈ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ ഏറ്റുവിളിക്കുകയാണ്. അല്ല, ആ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാർ വിളിക്കുമ്പോൾ ആ കത്തിയുമായി വന്നാൽ പുഷ്പചക്രം നൽകാമെന്നാണ് KK രാഗേഷ് പറയുന്നത്. അപ്പൊ അതും പ്രകോപനപരമല്ലേ? ആ കത്തിയുമായി വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അല്ല, ഒരാൾ കത്തിയുമായി വന്നിട്ട് ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ അവർക്ക് എന്ത് നൽകണം എന്നാ പറയുക? അവർക്ക് ചായയും പലഹാരവും നൽകണമെന്നാണ് പറയേണ്ടത്. കത്തിയുമായി വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ആളെ കുത്താൻ കത്തിയുമായി വന്നാൽ അത് ജനങ്ങളെ അണിനിരത്തി നേരിടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ പച്ച മലയാളം. കത്തിയുമായി വന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവർ ഗാന്ധി ശിഷ്യന്മാരാണല്ലോ. സമാധാന സന്ദേശ യാത്ര എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ യാത്ര സംഘടിപ്പിച്ചത്. സമാധാന സന്ദേശ യാത്ര എന്ന് പറഞ്ഞ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ട് ഈ കൊലപാതകം നടത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരോട് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ചിലപ്പോൾ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതികരിക്കേണ്ടി വരും. ആളെ കൊല്ലൂ എന്നല്ലേ പറയുന്നത്? ധീരജിനെ കൊന്നല്ലോ ഇവർ. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് ഈ കോൺഗ്രസ്സാണ്. ഇപ്പോൾ സമാധാനത്തിൻ്റെ വലിയ പ്രസംഗമൊക്കെ അവർ നടത്തും. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം അവിടെ ഉണ്ടായി. അത് കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ അശാന്തിയും പടർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിനൊരു പരിഹാരം വേണമല്ലോ. ഇനിയിപ്പോൾ എന്തായിരിക്കും ഇതിനൊരു പരിഹാരവുമായിട്ടിപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്ന് DYFIയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു നിലപാട് എന്തായിരിക്കും? അല്ല, ഞങ്ങളുടെ ഭാഗത്തൊരു സംഘർഷമില്ലല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലും സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സംഘർഷവുമില്ല. ഈ പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ നേതാവ് എന്ന് പറയുന്ന കക്ഷി, അയാൾ നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്. അയാൾ കണ്ണൂർ ടൗണിൽ DYFIയുടെ SFIയുടെ ഗവൺമെൻറ്റുമായി എല്ലാം ബോർഡുകൾ നശിപ്പിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അങ്ങനെ ബോർഡുകൾ നശിപ്പിക്കുക, നാട്ടിൽ പോയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഈ സ്തൂപം കെട്ടിയിട്ട് സ്തൂപം തന്നെ തകർത്തിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, ബോധപൂർവം നടത്തുന്ന പ്രവർത്തനങ്ങളാണിത്. ഇതിൻ്റെ ഒന്നും പിന്നാലെ ഞങ്ങൾ പോകുന്ന പരിപാടിയില്ല. ഞങ്ങളുടെ മുൻകൈയിൽ ഒരു സംഘർഷവും ഉണ്ടാവില്ല. ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്താനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഗാന്ധിയും നമ്മൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞത്. ഗാന്ധിയും നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ജനുവരി 30-നും ഗാന്ധി രക്തസാക്ഷി അനുസ്മരണം നടത്തുന്നവരാണ് ഞങ്ങൾ. ഗാന്ധിയെ ഇന്ന് ഇല്ലാതാക്കുന്നത്, വീണ്ടും വീണ്ടും കൊല്ലുന്നത് RSS ആണ്. നെഹ്റുവിനെ ഇന്ന് വീണ്ടും വീണ്ടും കൊല്ലുന്നത് RSS ആണ്. കഴിഞ്ഞ ദിവസം DYFI നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റുന്ന സർക്കാർ നയത്തിനെതിരായി, കേന്ദ്ര സർക്കാർ നയത്തിനെതിരായി സമരം സംഘടിപ്പിച്ചവരാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവന പോലും നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റുന്നതിനായിട്ട് വന്നിട്ടില്ല. 1972 ആരംഭിച്ച ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലബ്ബുകൾക്ക് സഹായം കൊടുക്കാനൊക്കെ വേണ്ടി ഈ സംവിധാനം ഉണ്ടാക്കിയത്. നിലപാട് വ്യക്തമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് മറ്റൊരു വിഷയങ്ങളിലേക്ക് കൂടി ഞാൻ കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തത് മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കാണ്. എനിക്കറിയാം ഇപ്പോൾ അങ്ങ് ഒരു മലബാറുകാരനാണ്. മലബാറുകാരുടെ ഈ കായിക പ്രേമം അത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ആർക്കാണ് തെറ്റ് പറ്റിയെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഏത് കാര്യത്തിൽ? ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട്. ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണല്ലോ ശ്രീ വി കെ സനോജ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. മന്ത്രി പറയുന്നു, അതുപോലെ തന്നെ ഈ സ്പോൺസറുടെ വിശദീകരണമൊക്കെ നമ്മൾ കേട്ടു. അങ്ങൊരു മലബാറുകാരൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു വിഷയത്തിൽ ആർക്ക് തെറ്റ് പറ്റിയതാകും ശ്രീ വി കെ സനോജ്? മെസ്സി കേരളത്തിൽ വരുന്നത് കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രാജ്യത്തെ ആകെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കായിക മന്ത്രിയും സംസ്ഥാന സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം വളരെ കാര്യമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ മെസ്സി വരുമ്പോൾ തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യട്ടെ. വളരെയധികം സന്തോഷം ശ്രീ വി കെ സനോജ് നമുക്കൊപ്പം പങ്കെടുത്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കാൻ. ഇത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയുടെ സ്പെഷ്യൽ പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കുറച്ച് പരിപാടികൾക്ക് പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ വളരെയധികം സന്തോഷം. അങ്ങേക്കൊരു നല്ല ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ.